മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണൻ നടന്നു വരുന്നത് കണ്ടതും തോമസ് ഡോക്ടർക്കാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് ഓടി വന്ന് ഡോക്ടർ കണ്ണനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട് കണ്ണ? ഞാൻ കണ്ണനോട് പറഞ്ഞിരുന്നില്ലേ മലയ്ക്ക് പോയി തിരിച്ചു വരുമ്പം കണ്ണൻ്റെ മുടന്തും മാറും, അത് അയ്യപ്പ ഭഗവാൻ എടുത്തോളൂന്ന്. ഇപ്പം അതുപോലെ തന്നെ സംഭവിച്ചില്ലേ? ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, ഉവ്വ സാറ് പറഞ്ഞത് ശരിയാ. അവിടെ ചെന്നപ്പം എനിക്ക് ഭഗവാൻ ദർശനം തരിക മാത്രമല്ല ചെയ്തത്, എൻ്റെ മുടന്ത് ഭഗവാൻ സ്വീകരിക്കുകയും ചെയ്തു. പിന്നെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? യാത്രയ്ക്കിടയിൽ എന്തോ പ്രശ്നം ഉണ്ടായിന്ന് മാർക്ക് വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നല്ലോ എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അതൊക്കെ ഉണ്ടായി സാറേ. എന്തായാലും എൻ്റെ വീട്ടിലുള്ളവരും ഇയാളുടെ രണ്ടാനച്ഛനും ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് ഞാനും മാർക്കോയും കൊക്കയിൽ വീണ് മരിച്ചു എന്നും സാഹിർ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു. അവർ ആ ഒരു സന്തോഷം ആഘോഷിച്ചുകൊണ്ടിരിക്കുക. അതുമാത്രമല്ല, മഞ്ജു പ്രഗ്നൻ്റ് ആണെന്ന് കരുതി മേഘനാഥനും എൻ്റെ രണ്ടാനമ്മയും എല്ലാവരും ചേർന്ന് മഞ്ജുവിൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാനും നോക്കി. അങ്ങനെ മഞ്ജുവിൻ്റെ കുഞ്ഞ് പോയി എന്നുള്ള സന്തോഷത്തിലും കൂടി അവരിപ്പോൾ ഇരിക്കണേന്ന്. ആ സമയത്ത് തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, ഇവരൊക്കെ മനുഷ്യരാണോ? എന്തിനു വേണ്ടിയിട്ട് ഇവരിങ്ങനെയൊക്കെ ചെയ്തു കൂട്ടണത്? എപ്പോൾ വേണമെങ്കിലും ഇല്ലാണ്ടാകുന്ന ജീവിതമല്ലേ? ഇതിന് മാത്രം സ്വത്തിൻ്റെ ആവശ്യമുണ്ട്? അതും മറ്റുള്ളവരെ കൊന്നിട്ട് സ്വത്തുണ്ടാക്കണമെന്ന് വിചാരിക്കണേ എന്തിനാണ്? ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അവരൊന്നും ഇനി ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല സാർ. എന്തായാലും ഞങ്ങൾക്ക് ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ. അവരിപ്പോൾ പല പ്രാവശ്യം ഞങ്ങളെ അപായപ്പെടുത്താൻ നോക്കിയെങ്കിലും ഞങ്ങളെ ഭഗവാൻ കാത്തില്ലേ? ആ സമയത്ത് തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, അത് തന്നെ ശരി. എന്തായാലും ദുഷ്ടന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് കൂട്ടിനായിട്ട് അയ്യപ്പ ഭഗവാനുണ്ട്. ഇത് മഹാലക്ഷ്മിയുടെ അമ്മ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പം ഇല്ല, ഞങ്ങൾ അമ്മയെ കാണാനൊന്നും പോയില്ല. എന്തായാലും അവിടെ കരുണയുടെ അച്ഛനും മുത്തശ്ശിയും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വേണം ഞങ്ങൾക്ക് വീട് വരെ പോയി അമ്മയെ ഒന്ന് കാണാൻ. ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും ഇനി വളരെയധികം നിങ്ങൾ സൂക്ഷിക്കണം. അവരിപ്പോൾ നിങ്ങൾ മരിച്ചെന്ന് കരുതിയല്ലേ ഇരിക്കണേ. 1-2 ദിവസം അവർ സന്തോഷിക്കട്ടെ. അതിനുശേഷം കണ്ണനും മഹാലക്ഷ്മിയും കമലേശ്വരത്തേക്ക് ചെന്നാൽ മതി. എന്തായാലും കണ്ണനും മാർക്കോയും മരിച്ചെന്ന് അറിഞ്ഞതുകൊണ്ട് ഇനി അവർ മിക്കവാറും മഹാലക്ഷ്മിയെ കൊല്ലാനായിരിക്കും പ്ലാൻ ചെയ്യണേന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അതിൽ സംശയമില്ലല്ലോ. എന്തായാലും എൻ്റെ സ്വത്തുക്കളൊക്കെ മഹിയുടെ പേരിലായതുകൊണ്ട് തന്നെ മഹിയെ എത്രയും പെട്ടെന്ന് കൊല്ലാനുള്ള പ്ലാൻ അവർ റെഡിയാക്കും. ആ സമയത്ത് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ആസ്പത്രിയിലുള്ള ആളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് ഗുരുതര നില തന്നെയാണ്. അയാൾ രക്ഷപ്പെട്ട കാര്യം സംശയമാണ്. അയാൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവുമല്ലോ കണ്ണാന്ന് പറയുമ്പം അത് സാറ് പറഞ്ഞത് നേരെ. അയാൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവരെ കൊക്കയിലിട്ടത് മാർക്കോയാന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ കേസും കാര്യങ്ങളൊക്കെ ആവും. എൻ്റെ ഒരു വിശ്വാസം അയാൾ രക്ഷപ്പെട്ടാലും അത് പുറത്താരോടും പറയില്ല എന്ന് തന്നെയാണ്. അത് മാത്രമല്ല സാർ, ഈ കണ്ണേട്ടൻ നടക്കണ വിവരം അയാൾ കണ്ടിട്ടുണ്ട്. അയാൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആ വിവരം അയാൾ വഴി മേഘനും എൻ്റെ രണ്ടാനച്ഛനൊക്കെ അറിയാൻ സാധ്യതയുണ്ടെന്ന്. ആ സമയത്ത് തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, ഇപ്പം അതൊന്നും ഓർത്ത് മഹാലക്ഷ്മി ടെൻഷൻ ആവണ്ട. എന്തായാലും അയാൾ ജീവനോടെ വന്നാലല്ലേ ഉള്ളൂ. അങ്ങനെ വന്ന് ആ സത്യങ്ങളെല്ലാം അവരെ അറിയുകയാണെങ്കിൽ അറിയട്ടെ. അത് ദൈവത്തിൻ്റെ നിശ്ചയം, അത് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും അതോർത്തൊന്നും ടെൻഷൻ ആവണ്ട. ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഇന്ന് തന്നെ എല്ലാ രീതിയിലും കണ്ണനും മഹാലക്ഷ്മിയും പുതിയൊരു ജീവിതം തുടങ്ങണം. അതിനു മുമ്പ് അമ്മയെ കണ്ടൊന്ന് അനുഗ്രഹം വാങ്ങണം. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും അമ്മയെ കണ്ടിട്ടേ ഞങ്ങൾ അനന്തവേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നുള്ളൂ. അപ്പം അവിടെ അയാളുടെ അമ്മയും അയാളും ഉണ്ടാവില്ലേ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇല്ല, അമ്മയ്ക്ക് ഞങ്ങൾ വിളിച്ചിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞത് മുത്തശ്ശിയും അച്ഛനും കൂടി ഒരു വൈദ്യരെ കാണാനായിട്ട് പോയേക്കാന്നാണ് പറഞ്ഞത്. എന്തായാലും ഇപ്പോഴൊന്നും വരില്ല, രാത്രിയാവും വരാൻ. അതുകൊണ്ട് ഞങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും സൂക്ഷിക്കണം. അവരെങ്ങാനും തിരിച്ചു വന്നാലോ ഇന്നാൾ സംഭവിച്ചതുപോലെ ഒന്നും സംഭവിക്കരുത്. വളരെ സൂക്ഷിച്ച് വേണം ഓരോ ചുവട് മുന്നോട്ട് വയ്ക്കാമെന്ന്. എന്നാൽ ഞങ്ങൾ പോകട്ടെ സാറേ എന്നും പറഞ്ഞുകൊണ്ട് കണ്ണനും മഹാലക്ഷ്മിയും തോമസ് ഡോക്ടറോട് അനുവാദവും ചോദിച്ച് മഹാലക്ഷ്മിയുടെ അമ്മയെ കാണാനായിട്ട് പോകുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ കരുണയും ദുർഗ ഉണ്ണിയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. കണ്ണനും മാർക്കോയും മരിച്ചു, സാഹിറാണെങ്കിൽ ഗുരുതരാവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഇനി മഹാലക്ഷ്മിയെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് അടിച്ചിറക്കിയിട്ട് ആ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കണം എന്ന് തന്നെയാണ് കരുണ പറയുന്നത്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, അതിനവർ സ്വത്തുക്കൾ തന്നിട്ട് പോകാൻ തയ്യാറാവുമെന്ന് ചോദിക്കുമ്പം അതിന് അവൾ സ്വയം സ്വത്തുക്കൾ തന്നില്ലെങ്കിൽ അവളെയും കൊണ്ട് ഭീഷണിപ്പെടുത്തി നമ്മൾ സ്വത്തുക്കളെല്ലാം നമ്മളുടെ പേരിലേക്ക് എഴുതി വാങ്ങും. എന്നിട്ട് അവളെ ഇവിടുന്ന് അടിച്ചിറക്കി വിടും. ഇനിയിപ്പോൾ അവളെ എന്ത് ചെയ്താലും ചോദിക്കാനായിട്ട് ആരും വരില്ല. അവൾക്കിപ്പോൾ ആരും ഇല്ലല്ലോ. അല്ലെങ്കിൽ അവളുടെ ഭർത്താവും ആ മാർക്കോയും അല്ലായിരുന്നു അവളുടെ ബലം. ഇനിയിപ്പോൾ അമ്മ മാത്രമല്ലേ ഉള്ളൂ. അമ്മയ്ക്ക് ഞങ്ങളെ എതിർത്ത് ഒന്നും ചെയ്യാനും പറ്റില്ല. അത് പണ്ട് തൊട്ടാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഞാൻ കരയുമ്പം എൻ്റെ അച്ഛൻ അവളെ ഞാൻ കരയണേനേക്കാളും കൂടുതൽ കരയിപ്പിക്കുമായിരുന്നു. അപ്പോഴും അമ്മ കരഞ്ഞുകൊണ്ട് നിൽക്കുകയല്ലാതെ ഞങ്ങളെ എതിർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയും അമ്മയ്ക്ക് ഞങ്ങളെ എതിർക്കാനൊന്നും പറ്റില്ല. അതോർത്ത് ഉണ്ണിയേട്ടൻ ടെൻഷൻ ആവണ്ടാന്ന്.
പിന്നെ വേറൊരു പ്രശ്നമുള്ളത്, ആ സാഗർ ഇപ്പോഴും മരിച്ചിട്ടില്ല, അവൻ ജീവനോടെ ഉണ്ട്. ആ സമയം ഉണ്ണി പറയുന്നുണ്ട്, അതിനെന്താ, മേഘേട്ടൻ തന്നെ അവനെ കൊന്നോളും, അതോർത്ത് നീ പേടിക്കുകയൊന്നും വേണ്ട, മേഘേട്ടനൊരു കാര്യം ഏറ്റിട്ടുണ്ടെങ്കിൽ ഏറ്റതുപോലെ ചെയ്യും. എന്തായാലും നമ്മളെക്കാളും കൂടുതലായിട്ട് സാഗറിൻ്റെ മരണം ആഗ്രഹിക്കുന്നത് മേഘേട്ടൻ തന്നെയാണ്. അതുകൊണ്ട് നീ അതോർത്തൊന്നും ടെൻഷനാവണ്ട. എന്നാൽ നമുക്ക് ഈ സന്തോഷം ഒന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പാർക്കിലൊക്കെ ഒന്ന് പോയാലോ ഉണ്ണിയേട്ടാന്ന് ചോദിക്കുമ്പോൾ, അതിനെന്താ, നമുക്ക് വൈകുന്നേരം പാർക്കിലൊക്കെ പോയി സിനിമയൊക്കെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് അവരങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും കരുണാലയത്തിലേക്ക് ചെല്ലാണ്. ആ സമയത്ത് മഹാലക്ഷ്മി വരുന്ന വഴി വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മേ ഞങ്ങളിപ്പോൾ തന്നെ എത്തും, അമ്മ എന്തായാലും മുൻവശത്ത് തന്നെ കാണണമെന്ന്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും കാറിൽ വന്ന് ഇറങ്ങിയിട്ട് നടന്നു പറഞ്ഞ സമയത്ത് ആ ഒരു കാഴ്ച കണ്ടിട്ട് നമ്മളുടെ മോഹിനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ മോഹിനി കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നിങ്ങൾ വേഗം അകത്തേക്ക് കയറുക, ആരെങ്കിലും കണ്ട് അവരോട് പറഞ്ഞു കൊടുത്താലോ എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇല്ലമ്മേ ഞങ്ങൾ അകത്തേക്കൊന്നും കയറണില്ല, ഇനിയിപ്പോൾ ഞങ്ങൾ അകത്ത് കയറിയിരിക്കണ സമയത്ത് അവരെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവും. ഇപ്പം തന്നെ കണ്ണേട്ടനും മാർക്കോയും മരിച്ചു, സാഹിർ ഗുരുതരാവസ്ഥയിൽ ആസ്പത്രിയിലാണെന്ന് കരുതിയ എൻ്റെ രണ്ടാനച്ഛനും അയാളുടെ അമ്മയും കരുണയും കമലേശ്വരത്തുള്ള എല്ലാവരും ഇരിക്കണേ, അതുകൊണ്ട് ഇനി ഞങ്ങളെ കണ്ടാൽ പ്രശ്നമാവും. എന്തായാലും 2 ദിവസത്തേക്ക് അവർ സന്തോഷിക്കട്ടെ, 2 ദിവസം കഴിഞ്ഞിട്ടേ ഇനി കമലേശ്വരത്തേക്കൊരു മടക്കമുള്ളൂ എന്ന്. ആ സമയത്ത് മോഹിനി ചോദിക്കുന്നുണ്ട്, അപ്പോൾ മോളും മോനും ഇപ്പോൾ എങ്ങടാ പോണേന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ നേരെ പോണത് അനന്തുവിൻ്റെ വീട്ടിലേക്കാണ്, അവിടെ 2 ദിവസം നിന്നിട്ട് കമലേശ്വരത്തേക്ക് പോവുള്ളൂ. സമയം മോഹിനി പറയുന്നുണ്ട്, ഇവിടെ കരുണയുടെ അച്ഛനും ആ മുത്തശ്ശിയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു, കണ്ണൻ മോനും മാർക്കോയും മരിച്ചു എന്നും പറഞ്ഞാൽ അവർ സന്തോഷിക്കണേ. സന്തോഷം ആഘോഷിക്കാൻ വേണ്ടി അവരെന്നെയും കൊണ്ട് പായസമൊക്കെ ഉണ്ടാക്കി കുടിക്കുകയും ചെയ്തു എന്ന്. ആ സമയം കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും അവരവരുടെ സന്തോഷമൊക്കെ ആഘോഷിക്കട്ടെ, 2 ദിവസവും കൂടി സന്തോഷിക്കാനുള്ള അവസരം അവർക്കുണ്ട്, അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ കമലേശ്വരത്തേക്ക് ചെല്ലണുള്ളൂ എന്ന്. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ ഒരുപാട് സൂക്ഷിക്കണം കേട്ടോ, ഇനിയും അവർ നിങ്ങളെ വെറുതെ വിടുമെന്ന് തോന്നണില്ല എന്ന്. ഇതേ സമയം നമ്മളുടെ പ്രതാപനോട് മേഘനാഥൻ പറയുന്നുണ്ട്, എന്തായാലും കണ്ണൻ്റെയും മാർക്കോയുടെയും കാര്യത്തിലൊരു തീരുമാനമായി, ഇനിയിപ്പോൾ മഹാലക്ഷ്മിയുടെ കാര്യവും കൂടിയും തീരുമാനത്തിലാക്കിയാൽ മതി, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കണ്ണൻ്റെ സ്വത്തുക്കളും കമലേശ്വരത്തെ എല്ലാ കമ്പനികളും നമ്മളുടെ കയ്യിൽ വന്ന് ചേരും, ഇനി നമ്മളുടെ മുന്നിലുള്ള ആകെ തടസ്സം മഹാലക്ഷ്മി മാത്രമാണ്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, മാർക്കോയും കണ്ണനും ഇല്ലാത്ത സ്ഥിതിക്ക് മഹാലക്ഷ്മി നമുക്കൊരു തടസ്സമൊന്നും അല്ല മേഘ, മഹാലക്ഷ്മിയെ ഒഴിവാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അവളുടെ പേരിലല്ലേ സ്വത്തുക്കളെല്ലാം, അതുകൊണ്ട് തന്നെ നമുക്കത് ഭീഷണിപ്പെടുത്തി എഴുതി മേടിക്കാമെന്ന്. ആ സമയത്ത് മേഘം പറയുന്നുണ്ട്, ഇനിയിപ്പം മുന്നോട്ട് വെച്ച കാലം എന്തായാലും പിന്നോട്ടില്ല അങ്കിള്, ഞാൻ ആഗ്രഹിച്ചതുപോലെ ആ സ്വത്തും മഞ്ജുവും ഇനി എൻ്റെ കയ്യിൽ തന്നെ വന്ന് ചേരണം. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, അതിലിപ്പോൾ ഇനി എന്താ നിനക്ക് സംശയമുള്ള, സ്വത്തും മഞ്ജുവും നിൻ്റെ കയ്യിലേക്ക് തന്നെ വന്ന് ചേരുമെന്നുള്ളതിന് ഉറപ്പായില്ലേ, ആ സാഗർ എത്രയും പെട്ടെന്ന് മരിക്കും, മരിച്ചില്ലെങ്കിൽ അവിടെ ഇട്ട് തന്നെ അവനെ തീർക്കാനുള്ള ഏർപ്പാട് നമുക്ക് ചെയ്യാം. ആ സമയം മേഘം പറയുന്നുണ്ട്, അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സാഗറിനെ ആസ്പത്രിയിൽ തന്നെ ഇട്ട് തീർത്ത് കളയാൻ അതിന് ഞാനൊരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി സാഗറിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന്. അതേസമയം നമ്മളുടെ മഞ്ജുവും സാഹറും ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ്, കാരണം കണ്ണൻ എഴുന്നേറ്റ് നടന്നതൊക്കെ അവർക്ക് അത്രയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. പണ്ടത്തെ മഞ്ജുവിനായിരുന്നെങ്കിൽ അത് ഇഷ്ടമല്ലായിരുന്നെങ്കിലും ഇപ്പം മഞ്ജുവിൻ്റെ സ്വഭാവം മാറിയതുകൊണ്ട് മഞ്ജു തന്നെ സാഹറിനോട് പറയുന്നുണ്ട്, പണ്ട് കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കരുതെന്ന് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ പിന്നീട് എല്ലാവരുടെയും സ്വഭാവം മനസ്സിലായപ്പോഴാണ് എനിക്ക് കണ്ണേട്ടൻ്റെ മേന്മ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായത്. കണ്ണേട്ടൻ എന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ്, പക്ഷേ ഞാനും ഉണ്ണിയേട്ടനും അമ്മയൊക്കെ കണ്ണേട്ടനെ സ്നേഹിച്ചത് കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ കണ്ടിട്ട് തന്നെയാണ്. ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നാന്ന്. അത് കേട്ടതും സാഗർ പറയുന്നുണ്ട്, നീ അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട മഞ്ജു, നിനക്ക് തെറ്റാന്ന് തോന്നിയപ്പോൾ നീ അത് തിരുത്തിയില്ലേ, പക്ഷെ നിൻ്റെ ആങ്ങളെയും അമ്മയും ആ കരുണയൊന്നും ഇനിയും അത് തിരുത്താൻ തയ്യാറല്ലോ, വീണ്ടും വീണ്ടും കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിനെയും കൊല്ലാൻ തന്നെയല്ലേ അവർ നടക്കണേ. എന്തായാലും നമുക്കിതൊന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ടൊന്ന് പാർക്ക് വരെയൊക്കെ പോയി ഒരു സിനിമയൊക്കെ കണ്ട് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം മഞ്ജു, നീ പെട്ടെന്ന് റെഡിയാവുമെന്ന് പറയുന്നു. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, ശരിയാ സാഗറേട്ടാ, എന്തായാലും എൻ്റെ കുഞ്ഞു പോയി എന്നും പറഞ്ഞ് അമ്മയും കരുണയെടുത്തി മേഘനൊക്കെ കൂടി അവിടെ കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ച് കാണും, അതുകൊണ്ട് നമുക്കിന്ന് സിനിമയ്ക്കൊക്കെ പോയി അടിച്ച് പൊളിച്ച് ആഘോഷിക്കാമെന്നും പറഞ്ഞ് മഞ്ജുവും സാഗറും കൂടി പോകുന്നുണ്ട്. അങ്ങനെ മഞ്ജു സാഗറും കടൽ തീരത്ത് കൂടി വെള്ളമൊക്കെ ഇങ്ങനെ പരസ്പരം മേത്തേക്ക് തെറിപ്പിച്ചും കൊണ്ട് നടക്കണ ആ സമയത്താണ് മഞ്ജു ആ ഒരു രംഗം കാണുന്നത്, നമ്മളുടെ കരുണയും ഉണ്ണിയും കൂടി അങ്ങോട്ട് നടന്നു വരുന്നത്. പക്ഷേ കരുണയും ഉണ്ണിയും വേറെ എങ്ങോട്ടൊക്കെ നോക്കി സംസാരിച്ചുകൊണ്ട് വരുന്നതുകൊണ്ട് തന്നെ സാഗറിനെയും മഞ്ജുവിനെയും കാണുന്നില്ല. പെട്ടെന്ന് തന്നെ മഞ്ജുവിനൊരു സംശയം തോന്നുന്നുണ്ട്, ഇനിയിപ്പോൾ കരുണയെടുത്തിയും ഉണ്ണിയേട്ടനും തങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിലോ, സാഗറേട്ടൻ ആസ്പത്രിയിലാണെന്നല്ലേ അവർ വിചാരിച്ചിരിക്കണേ, അവർ ഞങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ മാർക്കോയുടെയും കണ്ണേട്ടൻ്റെയൊക്കെ എല്ലാ പ്ലാനും പൊളിയും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറണം എന്ന് വിചാരിച്ചിങ്ങനെ മഞ്ജു സാഗറിനോട് ഇതേ സാഗറേട്ടാ കരുണയെടുത്തിയും ഉണ്ണിയേട്ടനും അതേ വന്നത്, നമ്മളിനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിങ്ങനെ നിൽക്കണം.
സമയത്ത് പെട്ടെന്ന് തന്നെ കരുണ ഈ സാഗറും മഞ്ജുവും നിൽക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ കൈ ചൂണ്ടി ഉണ്ണിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയം നമ്മളുടെ സാഗറും മഞ്ജുവും വിചാരിക്കണം ഇവരെ കണ്ടിട്ടാണ് കരുണ കൈ ചൂണ്ടി കാണിച്ചു കൊടുക്കണേന്ന് വിചാരിച്ച് ഇവർ ആകെ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. മിക്കവാറും ഉണ്ണിയും കരുണയും കാണുന്നതിന് മുമ്പ് തന്നെ സാഗറും മഞ്ജുവും അവിടെ നിന്ന് രക്ഷപ്പെടാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.